നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാത്തിരിപ്പോടെ രാജ്യം. ജനവിധിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. രാവിലെ 8 മുതൽ വോട്ടെണ്ണി തുടങ്ങും. മോദി ഹാട്രിക് അടിക്കുമെന്ന സർവേകൾ. സീറ്റ് കൂട്ടാൻ NDA. ആധികാരിക ജയം ഉണ്ടാകുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കൂടി വന്നതോടെ BJP ക്യാമ്പിൽ ഇരട്ടി ആവേശം. അമ്പരന്ന ഇന്ത്യ മുന്നണി. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആധികാരിക ജയം ഉണ്ടാകുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കൂടി വന്നതോടെ BJP ക്യാമ്പിൽ ഇരട്ടി ആവേശം. ഒറ്റയ്ക്ക് തന്നെ മികച്ച വിജയം നേടാൻ കഴിയുമെന്ന എക്സിറ്റ് പോൾ ഫലം തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. സഖ്യകക്ഷികളുടെ പ്രകടനം കൂടിയാകുമ്പോൾ വലിയ മുന്നേറ്റം BJP ക്യാമ്പ് കരുതുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കക്ഷികളെ ഒപ്പം ചേർക്കാനോ അവരുമായി ചർച്ചകൾ തുടങ്ങി വെക്കാനോ ഉള്ള നീക്കങ്ങൾ തൽക്കാലം പാർട്ടി തുടങ്ങിയിട്ടില്ല. കന്യാകുമാരിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയ മോദി പാർട്ടി ചർച്ചകളേക്കാൾ ഉദ്യോഗസ്ഥരും മറ്റുമായുള്ള യോഗങ്ങൾക്കാണ് ഇന്നലെ സമയം ചെലവിട്ടത്. അതിനിടെ BJPയുടെ പ്രധാന സഖ്യകക്ഷിയായ JDU അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ഇന്നലെ ഡൽഹിയിലെത്തി. കേജ്രിവാൾ ഇടക്കാല ജാമ്യ കാലാവധി കഴിഞ്ഞതോടെ ജയിലിലും എത്തി. രാജ്യം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നാളെ നടക്കും. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണും. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ട്രെൻഡ് വ്യക്തമാകും. വോട്ടെണ്ണൽ ദിനത്തിലെ ക്രമീകരണങ്ങൾ വിശദമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് 12:30 വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. വോട്ടെണ്ണലിൽ സുതാര്യത ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യത്തിനെതിരെ BJP നൽകിയ പരാതികളിൽ കമ്മീഷൻ പ്രതികരിച്ചേക്കും. അതേസമയം രാജ്യത്ത് വീണ്ടും മോദി തരംഗമെന്ന കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത്. NDA മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും BJPക്ക് ഒറ്റ ഭൂരിപക്ഷം നേടുമെന്നും ഭൂരിപക്ഷ സർവേകളും പ്രവചിക്കുന്നു. ഇന്ത്യ സഖ്യം 200 കടക്കില്ലെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയേക്കുമെന്നും കോൺഗ്രസിന് ആശ്വസിക്കാമെന്നും സർവേകൾ പ്രവചിക്കുന്നു. തെക്കേ ഇന്ത്യയിലെ മികച്ച സാന്നിധ്യമായി BJP മാറാമെന്നും സർവേകൾ പ്രവചിക്കുന്നു. NDA 353 മുതൽ 368 വരെ സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക് മാട്രിക്സ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. ഇന്ന് ഇന്ത്യ സഖ്യം 118 സീറ്റ് മുതൽ 133 സീറ്റ് വരെയും മറ്റുള്ളവർ 43 മുതൽ 48 വരെ സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക് മാട്രിക്സ് പ്രവചിക്കുന്നത്. NDA 362 മുതൽ 392 വരെ സീറ്റ് നേടുമെന്നാണ് ജൻ കി ബാത്ത് പ്രവചിക്കുന്നത്. ഇന്ത്യ സഖ്യ 141 മുതൽ 161 സീറ്റ് വരെ നേടുമെന്നും ജൻ കി ബാത്ത് പ്രവചിക്കുന്നു. NDA 359 സീറ്റും ഇന്ത്യ സഖ്യ 154 സീറ്റും മറ്റുള്ളവർ 30 സീറ്റ് നേടുമെന്നാണ് റിപ്പബ്ലിക് ഭാരത് P-മാർക്ക് പ്രവചിക്കുന്നത്. NDA 371 സീറ്റും ഇന്ത്യ സഖ്യ 125 സീറ്റും മറ്റുള്ളവർ 47 സീറ്റ് വിജയിക്കുമെന്ന് ന്യൂസ് എക്സ് പ്രവചിക്കുന്നു. NDA തുടർച്ചയായ 3-ാം തവണയും അധികാരത്തിലേക്ക് എന്ന സൂചന നൽകി 2024 ലോക്സഭാ എക്സിറ്റ് പോൾ ഫലം. ഇതുവരെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം NDA ഇത്തവണ 350 സീറ്റിലേറെ നേടുമെന്നാണ് പ്രവചനം. ഇന്ത്യ മുന്നണി 100ലേറെ സീറ്റ് നേടുമെങ്കിലും അധികാരത്തിലെത്തില്ല. ഇത്തവണ 400 സീറ്റുകൾ നേടുമെന്ന അവകാശവാദത്തോടെയാണ് മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത്. എന്നാൽ ഒരു എക്സിറ്റ് പോളിലും സീറ്റ് 400 കടന്നിട്ടില്ല. ജൻ കി ബാത്ത് NDAക്ക് 392 സീറ്റ് വരെ പ്രവചിച്ചിട്ടുണ്ട്. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേ പ്രകാരം ഇന്ത്യ സഖ്യത്തിന് തമിഴ്നാട്ടിൽ 26 മുതൽ 30 സീറ്റ് വരെയും NDAക്ക് 1 മുതൽ 3 സീറ്റ് വരെയും ലഭിക്കും. മറ്റുള്ളവർക്ക് 6 മുതൽ 8 സീറ്റ് വരെയും ലഭിക്കുമെന്നാണ് പ്രവചനം. ആക്സിസ് മൈ ഇന്ത്യയുടെ കർണാടക എക്സിറ്റ് പോളിൽ BJPക്ക് 22 സീറ്റുകൾ, JDSന് 3 സീറ്റുകൾ. ന്യൂസ് 8 എക്സിറ്റ് പോൾ പ്രകാരം തമിഴ്നാട് ഇന്ത്യ മുന്നണി തൂത്തുവാരും. ഇന്ത്യ ന്യൂസ് ഹരിയാനയിൽ BJP മേൽക്കോയ്മ നിലനിർത്തും. 10-7 BJPക്ക്. ഇവിടെ ഇന്ത്യ സഖ്യത്തിന് 3 സീറ്റുകൾ.